ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ 1.18. അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 38,863. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 38,863. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണെന്ന് ചോദിച്ചാൽ 15,005. കേരളത്തിൻ്റെ വിസ്തീർണം 15,005 ചതുരശ്ര മൈലാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ് ആണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ് ആണ്. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളതെന്ന് ചോദിച്ചാൽ തീരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ 4.5 ഡിഗ്രി. കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4.5 ഡിഗ്രിയാണ്. കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണെന്ന് ചോദിച്ചാൽ 2.5 ഡിഗ്രി. കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണെന്ന് ചോദിച്ചാൽ 2.5 ഡിഗ്രി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാടാണ്. 48% മലനാട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാട് 48%. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഇടനാടാണ്. മലനാട് കഴിഞ്ഞാൽ ഇടനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് ഉള്ളാടൻ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് ഉള്ളാടൻ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷിയാണ് കാക്ക. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കിയാണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് ആണ്. ഇടനാടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ നെഗ്രിറ്റോ വർഗത്തിലാണ്. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഇത് അറിയപ്പെടുന്നത് നെഗ്രിറ്റോ വർഗം. കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൽ എത്ര ശതമാനമാണ് ഇടനാടെന്ന് ചോദിച്ചാൽ 42%, മലനാട് 48%. നമ്മൾ നേരത്തെ പറഞ്ഞു ഇടനാട് 42%. കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് തീരപ്രദേശം എന്ന് ചോദിച്ചാൽ 10% കേരളത്തിൻ്റെ തീരപ്രദേശം. തീരപ്രദേശത്തെ പ്രധാന കൃഷിയാണ് നെല്ല്. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ 900 മീറ്ററാണ് കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം. ഇടനാടിൻ്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 16,230 ആണ് ഇടനാടിൻ്റെ ആകെ വിസ്തീർണം. ചതുരശ്ര കിലോമീറ്ററിൽ 16,230 ഇടനാടിൻ്റെ ആകെ വിസ്തീർണം. ചതുരശ്ര കിലോമീറ്ററിലാണെങ്കിൽ 16,230. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് 250 അടി ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ 25 അടി. 250 ആകുമ്പോൾ അത് മലനാടാകും, 25 ആകുമ്പോൾ തീരപ്രദേശമാകും. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോല നായ്ക്കന്മാർ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോല നായ്ക്കന്മാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം മലനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം മലനാടാണ്. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് മലനാട്. ഭൂവിഭാഗം മലനാടാണ്. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഇടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിയാണ് പൂനം കൃഷി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷി രീതിയാണ് പൂനം കൃഷി.
കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയരാണ്. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂർ. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണെന്ന് ചോദിച്ചാൽ മലനാടിലാണ്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ അനുഭവപ്പെടുന്നത്. കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 7 തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടലാണ്. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര പുരളിമല. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിരയാണ് പുരളിമല. കരിമണ്ണിലെ പ്രധാന വിള നെല്ലാണ്. കരിമണ്ണിലെ പ്രധാന വിള നെല്ലാണ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഏത് ഭാഗത്താണ് കേരളം? തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് കേരളം. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 5 തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 5. കേരളത്തിലെ വാർഷിക ശരാശരി താപനില എത്രയാണെന്ന് ചോദിച്ചാൽ 25 മുതൽ 27.5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേരളത്തിലെ വാർഷിക ശരാശരി താപനില. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്.